വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായ ശിഹാബ് ഫൈസിയുടെ കുടുംബത്തിന് കൈത്താങ്ങുമായി പാണക്കാട് കുടുംബം. മുണ്ടക്കൈ ജുമാ മസ്ജിദ് ഖത്വീബ് കൂടിയായിരുന്ന ശിഹാബ് ഫൈസിയുടെ കുടുംബത്തിന് പാണക്കാട് ഖാസി ഫൗണ്ടേഷൻ വീട് നിർമ്മിച്ചു നൽകും. പാണക്കാട് എത്തിയ ശിഹാബിന്റെ മാതാപിതാക്കളോടാണ് സാദിഖലി ശിഹാബ് തങ്ങൾ ഇക്കാര്യം പറഞ്ഞത്. മലയൊന്നടങ്കം കുത്തിയൊലിച്ചു വന്ന ആ പുലർച്ചെ ശിഹാബ് ഫൈസി കിടന്നുറങ്ങിയ മുണ്ടക്കൈ ജുമാ മസ്ജിദ് പൂർണ്ണമായും തകർന്നു. ഒലിച്ചു വന്ന പാറക്കൂട്ടങ്ങളും മരങ്ങളും പള്ളിയുടെ താഴ്ഭാഗം ഒന്നടങ്കം തകർത്തതോടൊപ്പം ശിഹാബിന്റെ ജീവനുമെടുത്തു. മകന്റെ വിയോഗത്തിലെ നീറുന്ന വേദനയിൽ പാണക്കാടെത്തിയതായിരുന്നു ശിഹാബിന്റെ മാതാപിതാക്കൾ. മറ്റൊന്നും ആലോചിക്കാതെ പാണക്കാട് തറവാട്ടിലെ സ്വാന്തന കരങ്ങൾ അവരെ ചേർത്ത് പിടിച്ചു. ആ പള്ളിയൊക്കെ ഞാൻ ഇന്നലെ പോയിരുന്നു. ആ പള്ളിയൊക്കെ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വീട് എടുത്തു കൊടുക്കുക എന്നുള്ളത് പാണക്കാട് ഖാദി ഫൗണ്ടേഷൻ ഏറ്റെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഏതായാലും ഞങ്ങളത് ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ കടങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ വീട് പൂർത്തീകരിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഖാദി ഫൗണ്ടേഷൻ നിർവഹിച്ചു കൊടുക്കും. 2 വർഷമായി ശിഹാബ് ഫൈസി മുണ്ടക്കൈ മസ്ജിദിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മുണ്ടക്കൈ നിവാസികളുടെ പ്രിയപ്പെട്ടവനായി അയാൾ മാറി. ശിഹാബ് ഫൈസി നമ്മൾ ഏറ്റവും വലിയൊരു ഇതായിരുന്നു, എൻ്റെ ഒരു സംഭവമായിരുന്നു. പള്ളിയിൽ വെച്ചിട്ടാണ് അവൻ മരിച്ചത്. അവൻ 2 ദിവസം മുന്നെയാണ് വീട്ടിൽ നിന്ന് പോയത്. നമ്മൾ 2 വട്ടം വിളിച്ചു നോക്കി. അന്ന് നല്ല മഴയായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഇപ്പം അങ്ങനെ മഴയൊന്നുമില്ല, വരാനായിട്ടില്ല, ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞു. പിന്നെ രാത്രി ഒരു 12 മണിക്കും വിളിച്ചു. അപ്പോഴും അവൻ പറഞ്ഞ് വരുന്നില്ല എന്നാണ് പറഞ്ഞത്. സംഭവിച്ച അന്ന് തന്നെ ഞങ്ങളവിടെ എത്തിയിരുന്നു. രാവിലെ 8:30 മണിയായപ്പോഴേക്കും ഞങ്ങളവിടെ എത്തി. അവിടെ പോയി കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് തന്നെ ഒന്നും പറയാനില്ല. നമ്മളതിലേറെ വലിയ ദുരന്തത്തിലാണ് മറ്റുള്ളവരുള്ളത്. മകന്റെ വിയോഗത്തിലെ കടുത്ത ദുഃഖത്തിലും വയനാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ ഒരുങ്ങുകയാണ് ശിഹാബിന്റെ കുടുംബം. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.